അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 20-ാം വചനം. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനം. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3-ാം മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തന്റെ മകനായി വളർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ചേർന്ന് പറയാമോ? ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അവന്റെ അപ്പന്റെ വീട്ടിൽ പോറ്റി. അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തന്റെ മകനായി വളർത്തി. അതിന്റെ 17-ാമത്തെ വചനം ഒന്ന് പറയാമോ? ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകി. വർദ്ധിച്ചു പെരുകി. വാഗ്ദത്ത കാലം എടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ച് പെരുകി. നമ്മൾ ആദ്യം വായിച്ചു കേട്ട വചനമാണ്. മോശ ജനിച്ചപ്പോൾ മോശ ദിവ്യസുന്ദരനായിരുന്നു. ഹല്ലേലൂയ. മോശയുടെ മേൽ ദൈവത്തിന്റെ വിളി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കൊച്ചിനെ ജനിക്കുമ്പോൾ തന്നെ മോശയുടെ മേൽ ദൈവത്തിന്റെ വിളി ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് മോശ ജനിച്ചു, അവൻ ദിവ്യസുന്ദരനായിരുന്നു. അവന് 3 മാസമേ അപ്പന്റെ വീട്ടിൽ പോറ്റാൻ പറ്റിയുള്ളൂ. ഹല്ലേലൂയ. അടുത്ത പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്തെടുത്തിട്ടപ്പോൾ നദിയിൽ ഇറങ്ങിയപ്പോൾ അവനെ ഫറവോന്റെ മകൾ എടുത്തോണ്ട് പോയി മകനായിട്ട് വളർത്തി. ഹല്ലേലൂയ. ഇതിന്റെ സംഭവങ്ങൾ വായിക്കാം. പുറപ്പാടിന്റെ പുസ്തകം എടുക്കാം. പുറപ്പാടിന്റെ പുസ്തകം ഉൽപ്പത്തി പുറപ്പാടിലാണ് ഇത് ഉള്ളത്. അത് അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതിന്റെ 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം പഴയ നിയമമാണ്. പഴയ നിയമം ഉൽപ്പത്തി പുറപ്പാട്. പഴയ നിയമം ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുറപ്പാട്. അവിടെ പറയാണ് ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ അതിന് 7-ാമത് ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി പ്രബലപ്പെട്ടു. കണ്ടോ ഇവിടുത്തെ വചനം കണ്ടോ? അത്യന്തം പെരുകി. ഒന്ന് പറയാം, അത്യന്തം പെരുകി, വർദ്ധിച്ച് പ്രബലപ്പെട്ടു. ഈ വാക്കിന് ഭയങ്കര അർത്ഥമാണ്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറയാമോ? ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ ഫറവോൻ പീഡിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇവരെങ്ങനെയെങ്കിലും തകർക്കണം എന്ന് പറഞ്ഞ് ഇവർ പീഡിപ്പിച്ച് അടിമ വില ചെയ്യിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഇങ്ങനെ അടിമ വില ചെയ്യിപ്പിക്കുമ്പോഴും കഷ്ടതയിൽ കിടക്കുമ്പോഴും കണ്ണുനീരിൽ കിടക്കുമ്പോഴും ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്യണം? അവർ അനുഗ്രഹിക്കുകയാണ്. എങ്ങനെ അനുഗ്രഹിക്കണം? തലമുറകളെ കൊടുത്ത് ദൈവം അവരെന്ത് ചെയ്യാണ്? അനുഗ്രഹിക്കുകയാണ്. ഒരു ഭാഗത്ത് ഫറവോന്റെ പീഡനം, പിന്നെ ക്രൂരമായ ജോലികൾ ഉള്ള വെയിലത്തൊക്കെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ സന്തോഷിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്യാണ്? ഈ ഇസ്രായേൽ മക്കൾക്ക് ധാരാളം സന്തതികളെ കൊടുക്കുകയാണ്. ഇവിടെ പറയുകയാണ് ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ഫറവോൻ അടിമകളെ പോലെ കൊണ്ടിട്ട് വേല ചെയ്യിക്കുമ്പോൾ ദൈവം മറുഭാഗത്ത് അവരെ അനുഗ്രഹിച്ച് അവരെ സന്താനങ്ങളെ വർദ്ധിപ്പിച്ച് വിടപ്പെടുന്നവർ പെരുകി ആ ദേശത്തിൽ ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. താഴെ കാണുകയാണ്. അനന്തരം ജോസഫിന് അറിയാത്ത പുതിയ രാജാവ് മിസ്രയീമിലുണ്ടായി. അവൻ തന്റെ ജനത്തോട് ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷെ നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ട് പൊൻകളവാൻ സംഗതി വരാതിരിക്കണത് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അങ്ങനെ കഠിന വേലകളാൽ
അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരന്മാരെ ആക്കി. അവർ പീതോൻ, റംസേസ് എന്ന സഭാ നഗരങ്ങളെ ഫറവോന് പണിതു. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ഹല്ലേലൂയ. ഈ വചനം കൂടെ ചേർന്ന് പറയാൻ, പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചു. ഇവിടെ പറഞ്ഞ് പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. പറ, പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. ഹല്ലേലൂയ. ഈ വേദഭാഗത്തൊക്കെ കാണുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ആരാണ് പീഡിപ്പിക്കപ്പെടുന്നത് അവരെയാണ് ദൈവം വർദ്ധിപ്പിച്ചത്. ആരാണ് കഷ്ടതയുടെ കടന്നുപോയത് ദൈവം അവരെയാണ് അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, എവിടെ ഒരു കഷ്ടതയുണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ഒരു അനുഗ്രഹമുണ്ട്. അവിടെ ഒരു അനുഗ്രഹമുണ്ട്. എവിടെ ഒരു പീഡനമുണ്ടോ അവിടെ ഒരു വർധനമുണ്ട്. ഹല്ലേലൂയ. ഈ ഫറവോൻ എന്ത് ചെയ്തു? ഇസ്രായേലിനെ പേടിപ്പിച്ചിട്ട് അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടി? ഇവരിന് പെരുകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഫറവോൻ പീഡിപ്പിക്കും തോറും ദൈവം അവരെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഇവരെ തകർക്കാൻ വേണ്ടിയാണ് ഫറവോൻ എന്ത് ചെയ്യുന്നത്? പീഡിപ്പിക്കുന്നത്. തകർക്കാൻ വേണ്ടിയാണ് പീഡിപ്പിക്കുന്നത്. നിങ്ങൾക്കെതിരെ പലവിധമായ പ്രശ്നങ്ങൾ പിശാച് കൊണ്ടിടുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങളെ തകർക്കാൻ വേണ്ടി. നിങ്ങളുടെ മക്കളുടെ മേൽ പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ടിടുന്നതിന് കാരണം നിങ്ങളുടെ മക്കളെ തകർക്കാൻ, നിങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ടിടുന്നത്. ഒന്നിലും മോന്റെ ജീവിതത്തിലായിരിക്കും പ്രശ്നം കൊണ്ടിടുന്നത്, അല്ലെങ്കിൽ മോളെ ജീവിതത്തിലെ പ്രശ്നം കൊണ്ടിടുന്നത്. കാരണം ഒന്നേ ഉള്ളൂ, എങ്ങനെയെങ്കിലും നിങ്ങളെ കുടുംബമായിട്ട് തകർക്കണം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി, പിശാച് ഒരു സൈഡ് പ്രശ്നങ്ങൾ കൊണ്ടിട്ട് തകർക്കാൻ നോക്കുമ്പോൾ മറുഭാഗത്ത് ദൈവം വർദ്ധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം അവരെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, പിശാച് നിങ്ങളെ തകർക്കാൻ നോക്കും, മനുഷ്യർ നിങ്ങളെ തകർക്കാൻ നോക്കും. പക്ഷെ മറുഭാഗത്ത് ദൈവം നിങ്ങളെ പെരുക്കി വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അവൻ നിങ്ങളെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, പ്രതികൂലങ്ങൾ വന്നാൽ നിങ്ങൾ തകർന്നു പോകരുത്. പറയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഒരു ഭാഗത്ത് പ്രശ്നമുണ്ടെങ്കിൽ മറുഭാഗത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിക്കാം, എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച് എന്നെ ഉയർത്തും. ഹല്ലേലൂയ. 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 ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഫറവോന്റെ പദ്ധതി അവിടെ വിജയിച്ചില്ല, പിശാചിന്റെ പദ്ധതി അവിടെ വിജയിച്ചില്ല. ഈ ഇസ്രായേൽ മക്കളെ ഫറവോനെ കൂട്ടുകാര് ഊഴിയ വിചാരകന്മാരെ ആക്കി ഇവരെ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ആ പീഡനത്തിന്റെ നടുവിലും കഷ്ടതയുടെ തീച്ചൂളയുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്റെ ദൈവം അവരെ വർദ്ധിച്ച് പെരുക്കി 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 പെരുക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇന്നത്തെ കഷ്ടത നല്ലതിനാണ്. കരവെട്ടിപ്പോടാ, ഇന്നത്തെ കഷ്ടത നല്ലതിനാ, അപവാദങ്ങൾ നല്ലതിനാ, അതൊക്കെ പറയുന്നതെല്ലാം നല്ലതിനാ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഇന്നത്തെ കഷ്ടതയാണ് നാളെ നിങ്ങളുടെ ഉയർച്ച. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ഒരു കൂട്ടം പേർ നിങ്ങളെ തകർക്കാൻ നോക്കുമ്പോ, പക്ഷേ മറുഭാഗത്ത് ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുകയാണ്. മറന്നു പോകരുത്. ഈ കഷ്ടത മാത്രം നിങ്ങൾ കാണരുത്, ഇന്നത്തെ കണ്ണുനീർ മാത്രം നിങ്ങൾ കാണരുത്. നിങ്ങൾ അറിയാതെ, നിങ്ങളെ പോലും അറിയാതെ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ഉയർത്തിക്കുകയാണ്. നിങ്ങളെ പോലും അറിയാതെ ദൈവം നിങ്ങളെ മറുഭാഗത്ത് കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ചില ദിവസം കാണാൻ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും. ഹല്ലേലൂയ. ഇവിടെ കാണാൻ അടുത്ത് വീണ്ടും ഫറവോൻ ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ മിസ്രയീമി രാജാവ് ശിപ്ര എന്ന് പൂവ എന്ന പേരുള്ള എബ്രായ സൂതികർമ്മങ്ങളോട്, എബ്രായ സ്ത്രീകളുടെ നിങ്ങൾ സൂതികർമ്മത്തിൽ ചെന്ന് ശുശ്രൂഷ ചെയ്യും കാണുമ്പോൾ ആൺകുട്ടികളാകുന്നെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നെങ്കിൽ അതിന് ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അടുത്ത ഫറവോന്റെ പദ്ധതി, ഇവരെ എത്ര തന്നെ പീഡിപ്പിച്ചിട്ട് ഇവരെ തകർക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഇവർക്ക് ധാരാളം മക്കളെ ദൈവം കൊടുത്തു. ദൈവം എന്ത് ചെയ്തു? മക്കളെ കൊടുത്തപ്പോൾ ഇവർ ദേശത്ത് നിറഞ്ഞു. അടുത്ത ഫറവോന്റെ പദ്ധതി, ഇനി ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും നൈൽ നദിയിലെറിഞ്ഞ് കൊല്ലുക. ഇവർക്ക് ആൺമക്കൾ വേണ്ട, ആൺമക്കള്
വേണ്ട. പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കണം. ഇവർക്ക് ഇനി ആൺമക്കളെ കൊടുക്കണ്ടേ. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? പേടിച്ചിട്ട്, ഫറവോൻ പേടിച്ചിട്ട്. ആൺകുട്ടികൾ ജനിച്ച് ഇവർ വളർന്നാൽ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കും. കാരണം ഇസ്രായേൽ മക്കൾ നല്ല ആരോഗ്യമുള്ളവർ തന്റേടികളുമായിരുന്നു. ഹല്ലേലൂയ. മിസ്രീകാരെ പോലെ അല്ല. ഈ ഇസ്രായേൽ നല്ല പൊക്കവും മണ്ണവും നല്ല ആരോഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ. ഇവർ വളർന്നു വന്നാൽ ഞങ്ങളെ അടിച്ചു തോൽപ്പിച്ചിട്ട് ഇവർ രാജ്യം പിടിച്ചെടുക്കുന്നവർക്ക് പേടിയായി, അല്ലെങ്കിൽ ഇവർ നമ്മളെ കളഞ്ഞിട്ട് പോകും. ഹല്ലേലൂയ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അടുത്ത രാജാവിന്റെ പദ്ധതി. ഇവിടെ ജനിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ വലിച്ചെറിഞ്ഞ് കൊല്ലണം. ചിന്തിച്ചു നോക്ക്, ഒരമ്മ പ്രസവിച്ച തന്റെ കുഞ്ഞിനെ നൈൽ നദി വലിച്ചെറിയോ? ഒരമ്മയും മക്കളെ നൈൽ നദിയിൽ എടുത്തെറിയത്തില്ല, കൊല്ലാൻ കൊടുക്കത്തില്ല. പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്തു? ഈ ഫറവോൻ ഈ പ്രസവം എടുക്കാൻ വേണ്ടി ചില സ്ത്രീകളെ ചുമതലപ്പെടുത്തി. പക്ഷേ ഈ സ്ത്രീകൾ എവിടെ അടുക്കൽ വരുന്നതിന് മുമ്പേ തന്നെ ഇസ്രായേൽ സ്ത്രീകൾ പ്രസവിച്ച് കഴിയുമായിരുന്നു. അപ്പോൾ ഈ സൂതികരുടെ തിരിച്ച് ഫറവോന്റെ അടുക്കൽ പോയി പറയുകയാണ്, അല്ലയോ രാജാവേ, ഞങ്ങൾ അവിടെ അടുക്കൽ എത്തുമ്പോ തന്നെ അവരെല്ലാം പ്രസവിക്കുന്നു, അവരെല്ലാം നല്ല തികവുള്ളവർ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളവർ. ഞങ്ങളുടെ ആവശ്യമൊന്നും അവരില്ല. സാധാരണ പ്രസവിക്കുമ്പോൾ ഡോക്ടർമാരുമാണ്, നേഴ്സുമാരാണ്, മരുന്നൊക്കെ കൊടുത്താല് പ്രസവിക്കുന്നത്. പക്ഷെ ഇവര് പറയുന്ന മറുപടി, നമ്മളെ ഇസ്രായേൽ സ്ത്രീകളെ പോലെ അല്ല അവർ. അവരുടെ അടുക്കൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ സുഖാണ് പ്രസവിച്ചു കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ കുഞ്ഞുങ്ങളെടുത്ത് നൈൽ നദിയിൽ എറിയാൻ വേണ്ടി ഏർപ്പാട് ചെയ്തവരാണ് ഈ സ്ത്രീകൾ. ഹല്ലേലൂയ. പക്ഷേ എന്ത് ചെയ്തു? ഈ ദൈവം ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ഫറവോൻ അടുത്ത കൽപ്പന കൊടുത്തു, ഇസ്രായേൽ മക്കളിലുള്ള എല്ലാ 3 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും ഈ പട്ടാളത്തുകാർ പോയി എല്ലാവരും കൊന്നുകളയണം. ഹല്ലേലൂയ. ഒന്നുകിൽ നൈൽ നദിയിൽ വലിച്ചെറിയണം, അല്ലെങ്കിൽ എല്ലാവരെയും കൊന്നുകളയണം. ഹല്ലേലൂയ. അങ്ങനെ ഇത് മോശ ജനിക്കുകയാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിച്ചതുപോലെ മോശ ജനിക്കുകയാണ്. ഹല്ലേലൂയ. മോശയുടെ അമ്മ ഇതവിടെ മോശയെ പ്രസവിക്കുകയാണ്. ഹല്ലേലൂയ. അവർ നല്ല തികവുള്ളവർ. അവർ നേരത്തെ പറഞ്ഞു പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവ സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. അടുത്ത് പറഞ്ഞ സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുകയാൽ അവർക്ക് കുടുംബവർദ്ധന നൽകി. പിന്നെ ഫറവോൻ സകല ജനത്തോട് ജനിക്കുന്ന ഏത് ആൺകുട്ടികളെയും നദിയിലിട്ട് കൊല്ലണമെന്നും ജീവനോട് രക്ഷിക്കരുതെന്നും കൽപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് ഈ നിയമം വന്നിരിക്കുകയാണ്. ഒന്നുകിൽ എന്ത് ചെയ്യണം? നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ നൈൽ നദി എറിഞ്ഞു കൊന്നില്ലെങ്കിൽ രാജാവിന്റെ പട്ടാളത്തുകാർ പോയി അവരെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങി തലയെ വെട്ടും. ഹല്ലേലൂയ. അങ്ങ് ദൈവത്തിലേക്ക് വന്നപ്പോൾ ഇതാ മോശയുടെ അമ്മ മോശയെ പ്രസവിക്കുകയാണ്. ഹല്ലേലൂയ. മോശയെ പ്രസവിച്ചു. ആരും അറിയാതെ രഹസ്യമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവർ വളർത്താൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഒരു 3 മാസം വരെ ഇവർ രഹസ്യമായിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ ഒളിപ്പിച്ചു താമസിപ്പിച്ചു കുഞ്ഞിനെ. 3 മാസം കഴിയുമ്പോൾ കുഞ്ഞിന്റെ ശബ്ദവും നിലവിളിയൊക്കെ കേട്ട് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പക്ഷെ ആൾക്കാരൊന്ന് നോക്കിയപ്പോൾ ആ കുഞ്ഞാണ്. ഹല്ലേലൂയ. അതാണ് അപ്പോസ്തലപ്രവൃത്തി എഴുതി വെച്ചത്. മോശ ജനിച്ചപ്പോൾ അവൻ ദിവ്യ സുന്ദരനായിരുന്നു. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ തകർക്കാൻ പിശാചിന്റെ പദ്ധതി. ഹല്ലേലൂയ. പിശാചിന്റെ പദ്ധതി എന്ത് ചെയ്യണം? മോശയെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി ഈ ഇസ്രായേൽ മക്കളെ ഫറവോന്റെ കയ്യിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്തൊരു നായകനായിരുന്നു മോശ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി ബാക്കിയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നപ്പോൾ മോശയെ ദൈവം കൊല്ലാൻ വിട്ടുകൊടുത്തില്ല. മോശയെ ദൈവം കൊല്ലാൻ വിട്ടുകൊടുത്തില്ല. അമ്മയുടെ വീട്ടിൽ രഹസ്യമായി വളർത്തി. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. ആൾക്കാർ കണ്ടുപിടിച്ചു. അവസാനം ഫറവോന്റെ പട്ടാളത്തുകാർ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? അവരൊരു ഞാങ്ങണ പെട്ടി ഉണ്ടാക്കി, ചെറിയൊരു പെട്ടി ഉണ്ടാക്കി. അതിന് കീലൊക്കെ തേച്ച് പിടിപ്പിച്ചു. എന്തിനു വേണ്ടി? ഇതിനകത്ത് വെള്ളം കയറാതിരിക്കാൻ. അതിനുശേഷം ഈ മോശയെ എടുത്ത് എന്ത് ചെയ്തു? ഈ പെട്ടിക്കകത്താക്കി. ഫറവോന്റെ മോൾ എല്ലാ ദിവസവും വൈകുന്നേരം കുളിക്കാൻ വരാറുണ്ട്. ഹല്ലേലൂയ. കുളിക്കാൻ വരുന്ന സമയത്ത് ഈ ഞാങ്ങണ പെട്ടിക്കകത്താക്കി ഈ നൈൽ നദിയിലൂടെ എന്ത് കുഞ്ഞിനെ ഒഴുക്കി വിട്ടു. ഹല്ലേലൂയ. ബാക്കിയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും
നൈൽ നദിയിൽ വലിച്ചെറിഞ്ഞ കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ച് മരിച്ചപ്പോൾ ഹല്ലേലൂയ എന്റെ ദൈവം മോശയെ വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ മോശയെ വിട്ടുകൊടുത്തില്ല. മോശ എന്ത് ചെയ്തു? ജ്ഞാനപ്പെട്ടി ഉണ്ടാക്കി അതിൽ കിടത്തി ഫറവോന്റെ പുത്രി കുളിക്കാൻ വരുന്ന സമയത്ത് ആ നദിയിൽ ഒഴുക്കി വിട്ടു. ഫറവോന്റെ പുത്രി കുളിച്ചോണ്ട് നിൽക്കുമ്പോൾ ഇതാ ഒരു കുഞ്ഞ്, അവൾ എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ വാരിയെടുത്തു. നല്ലൊരു ദിവ്യ സുന്ദരനായ ആ കുഞ്ഞ് കൈയും കാലം കൊണ്ട് അടിച്ച് ഇങ്ങനെ നല്ലവണ്ണം ചിരിക്കുകയും കളിക്കുകയും ചെയ്യുകയാണ്. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഫറവോന്റെ പുത്രിക്ക് ഇഷ്ടമായി. അവൾ ചുറ്റുപാട് നോക്കി, ആരുടെ കുഞ്ഞെന്ന് പറഞ്ഞ് അവൾ അന്വേഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ മോശ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കി എന്ത് ചെയ്തു? അവിടെ അവന്റെ മൂത്ത ചേച്ചി ഇങ്ങനെ ഒളിച്ചൊളിച്ച് ഇങ്ങനെ നോക്കി അതിന്റെ പിന്നാലെ പോയി. ഹല്ലേലൂയ ഈ കുഞ്ഞിനെ തിരക്കിയപ്പോൾ അവൾ കാര്യം പറഞ്ഞു. ഇതുവരെ എന്റെ അമ്മ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒഴുക്കി വിട്ടതാണ് എന്നൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഹല്ലേലൂയ അവസാനം എന്ത് ചെയ്തു? അവള് പറഞ്ഞ് തിരിച്ച് ഈ കുഞ്ഞിനെ അവന്റെ അമ്മയ്ക്ക് തന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അവനെ നിങ്ങള് 3 വയസ്സാകുന്നത് വരെ പാല് കൊടുത്ത് വളർത്തണം. അതിനുശേഷം ഇവനെ നിങ്ങൾ കൊട്ടാരത്തിൽ കൊണ്ടുവരണം. നിങ്ങളെ കുഞ്ഞിനെ ഒരു പട്ടാളത്തുകാരും വന്ന് തൊടത്തില്ല, ആരും തൊടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കൈക്കിടന്ന് മോതിരം എടുത്തിട്ട് കൊടുത്തു. ഹല്ലേലൂയ ഒരു അടയാളമായിട്ട് കൊടുത്തു. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെ വീണ്ടും 3 വർഷക്കാല ഈ മോശ കുഞ്ഞ് തന്റെ അമ്മയോടൊപ്പം വളർന്നു. ഹല്ലേലൂയ വീണ്ടും തിരിച്ച് ഈ പാലുടിയൊക്കെ മാറിയപ്പോ തിരിച്ച് ഈ മോശ കുഞ്ഞിനെ ഫറവോന്റെ പുത്രിക്ക് കൊണ്ടുകൊടുത്തു. ഹല്ലേലൂയ മോശ കുഞ്ഞ് തന്റെ സ്വന്തം അമ്മ വളർത്തുമ്പോൾ കൊട്ടാരത്തിൽ നിന്ന് അവൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തു? ഈ ഫറവോന്റെ പുത്രിയുടെ കൊണ്ടുകൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ മോശ കുഞ്ഞിനെ തന്റെ അമ്മയാണ് വളർത്തുന്നതെങ്കിൽ ചെലവ് മുഴുവൻ കൊട്ടാരത്തിൽ നിന്നായിരുന്നു. ഹല്ലേലൂയ അടുത്ത ഈ ചെലവെല്ലാം കഴിഞ്ഞു. ഈ കാലം കഴിഞ്ഞ് 3 വയസ്സായപ്പോ തിരിച്ച് മോശയെ കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ കൊടുത്തു. ഫറവോന്റെ പുത്രി ഹല്ലേലൂയ തന്റെ സ്വന്തം മകനെ പോലെ, അവൾ കല്യാണം കഴിഞ്ഞിട്ടില്ല, തന്റെ സ്വന്തം മകനെ പോലെ മോശ കുഞ്ഞിനെ വളർത്തി. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് ഞാൻ ദൂത് വിളിച്ചു പറയാം, ആര് കൊല്ലാൻ നോക്കിയോ അവന്റെ വീട്ടിന്റെ അകത്ത് മോശ കുഞ്ഞ് വളർന്നു. ഫറവോൻ കൊല്ലാൻ നോക്കി, പക്ഷെ ദൈവം മോശയെ വിട്ടുകൊടുത്തില്ല. മോശയുടെ ദൈവത്തിന്റെ വിളിയുണ്ട്. ഹല്ലേലൂയ ദൈവം മോശയെ വിട്ടുകൊടുത്തില്ല. ദൈവത്തിന്റെ വിളി മോശയുടെ മേലുണ്ട്. തിരിച്ചറിയണം, ദൈവത്തിന്റെ വചനം പറഞ്ഞു, നീ ജനിക്കുന്നതിന് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ട്, ഞാൻ നിന്റെ പേര് വിളിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ മോശ കുഞ്ഞ് ജനിക്കുന്നതിന് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം മോശയെ കണ്ട് അവന്റെ പേര് വിളിച്ച് ദൈവം അവനെ തെരഞ്ഞെടുത്തു. അതേപോലെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നമ്മളെ കണ്ട് പേര് വിളിച്ച് തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമുക്കിവിടെ ഒരുമിച്ചായിരിക്കാൻ പറ്റിയത്. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ മോശയെ കൊല്ലാൻ വേണ്ടി, ഇസ്രായേൽ മക്കളെ കൊല്ലാൻ വേണ്ടി പിശാചിന്റെ പദ്ധതിയായിരുന്നു എല്ലാ ജനിക്കുന്ന ആൺകുട്ടികളെയും നൈൽ നദി വലിച്ചെറിഞ്ഞ് കൊല്ലണം. ഹല്ലേലൂയ പക്ഷേ ദൈവം വിട്ടില്ല. എവിടുന്ന് ആൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ ഉത്തരവിറങ്ങിയോ ആ കൊട്ടാരത്തിൽ, ആ ഫറവോന്റെ കണ്ണിന്റെ മുമ്പിൽ ഈ മോശക്കുഞ്ഞ് വളർന്നു വന്നു. കരങ്ങളടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്ക്, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്ക്. എന്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കുന്നവനല്ല. ശത്രുക്കളുടെ മധ്യേ മേശോരിക്കുന്നവനാണ് എന്റെ ദൈവം. ശത്രുക്കളുടെ മധ്യേ മേശോരിക്കുന്നവനാണ് എന്റെ ദൈവം. പിശാചിനെ കൊല്ലാൻ നോക്കുമ്പോ, നിന്നെ തകർക്കാൻ നോക്കുമ്പോ എന്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ആ പിശാചിന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ എന്റെ ദൈവം നിനക്ക് മേശോരിക്കും. കരങ്ങളെ അടിച്ച് നിന്നെ ആരൊക്കെ തകർക്കാൻ നോക്കുന്നോ അവിടെ മുമ്പിൽ ദൈവത്തിനെ ഉയർത്തി മാനിക്കാം. ദൈവത്തിനെ ഉയർത്തി മാനിക്കാം. ദൈവത്തിനെ ഉയർത്തി മാനിക്കാം. ദൈവത്തിനെ ഉയർത്തിയിരിക്കാം. ദൈവത്തിനെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ 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 ഇന്ന് പകൽക്കാലം നിന്നോട് പറയാ, ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. നിന്റെ ശത്രുക്കൾ ഇന്നലെ പറഞ്ഞതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ അവരെ ഉയർച്ച കണ്ട് അവരത് ഉയർച്ച കണ്ട് എനിക്ക് അറ്റാക്ക് വന്ന് ഒരാൾ തട്ടിപ്പോയി. ഹല്ലേലൂയ
ഞാൻ പറയും മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് ദൈവം എവരെ തകർക്കാൻ വേണ്ടി നോക്കിയാണ്, ഒരാളിനെ തകർക്കാൻ, ആ കുടുംബത്തെ തകർക്കാൻ വേണ്ടി നോക്കിയാണ്. പക്ഷേ ദൈവം അവരെ തകർക്കാൻ വിട്ടുകൊടുത്തില്ല. അവർക്ക് ഉയർച്ച കൊടുത്തു. ഉയർച്ച കൊടുത്തപ്പോൾ ആ ഉയർച്ചയിൽ മനസ്സ് വേദനിച്ച് അവർക്ക് അറ്റാക്ക് വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിന്നെ ഉയർത്തും. നിന്നെ തകർക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞോ? നിങ്ങൾ മനസ്സിലാകുന്നോ? അവർ മന്ത്രം ചെയ്ത് ആഭിചാരം ചെയ്ത് തകർക്കാൻ നിന്നെ തകർക്കാനാണ്. പക്ഷെ നിന്നെ തകർക്കാൻ ലക്ഷങ്ങൾ മുടക്കി മന്ത്രവാദം ചെയ്തിട്ടും തകർക്കാൻ പറ്റിയില്ല. പക്ഷെ എന്താണ് ചെയ്തത്? ഇവർ തകർക്കാൻ നോക്കുന്നവർ ദൈവം അവരെ ഉയർത്തി. മോളെ നശിപ്പിക്കാൻ നോക്കി നടന്നില്ല. മോളെ നല്ല കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി. അത് മോളെ നശിപ്പിക്കാൻ നോക്കി നടന്നില്ല. പക്ഷെ എന്ത് ചെയ്തു? ഇതെല്ലാം കണ്ടിട്ട് അവരെ നശിപ്പിക്കാൻ നോക്കുന്നവര് ഇവരെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ ഉയർത്തുന്നത് കണ്ടിട്ട് ഈ നശിപ്പിക്കാൻ നോക്കിയ പുള്ളിക്ക് അറ്റാക്ക് വന്നു. ഹല്ലേലൂയ. മനസ്സിലാകുന്നോ? ഹല്ലേലൂയ. ഞാൻ പറയാം, ഇതേപോലെയാണ് മോശ. ദിവ്യ സുന്ദരനായിരുന്നു. അവനെ കൊല്ലാൻ നോക്കി അവന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവം അവനെ വാഴ്ത്തി. ഹല്ലേലൂയ. ഇപ്പൊ ഫറവോന്റെ കൊട്ടാരത്തിലാണ് താമസം, ആഹാരം, എല്ലാ വിദ്യാഭ്യാസം, എല്ലാ അഭ്യാസങ്ങളും പഠിക്കുന്നില്ല ഫറവോന്റെ കൊട്ടാരത്തിൽ. ഫറവോന്റെ പദ്ധതി എന്തായിരുന്നു? എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലണം. പക്ഷെ അവൻ കാണെ അവന്റെ മുമ്പിൽ മോശക്കുഞ്ഞ് തുള്ളിക്കളിച്ച് ചാടി വളർന്നു. ഹല്ലേലൂയ. സ്വന്തം മോള് ഇവനെ മോനായിട്ട് ഏറ്റെടുത്ത് ഇവൻ എന്താ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതാണ് ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. പിശാചിന്റെ പദ്ധതി മോശെ കൊല്ലണം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ആ കൊല്ലാൻ പ്ലാൻ ഇട്ടവന്റെ കൊല്ലാൻ എവിടെ നിന്ന് ഉത്തരവ് വന്നോ അവന്റെ വീട്ടിന്റെ അകത്ത് അവന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ മോശ കുഞ്ഞ് തുള്ളിച്ചാടി കളിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി അവന് വളരുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് തിരിച്ചറിഞ്ഞോ? നിന്നെ തകർക്കാൻ നോക്കിയവർ അനേകം പേരെ തകർത്തു. അനേകം പേരെ മന്ത്രവാദം ചെയ്തു, ആഭിചാരം ചെയ്തു. അനേകം കുടുംബങ്ങളെ തകർത്തവരാണ് അവർ. പക്ഷേ നിനക്കെതിരെ മന്ത്രവാദം ചെയ്തിട്ടും ആഭിചാരം ചെയ്തിട്ടും നിന്നെ തകർക്കാൻ നോക്കിയിട്ട് നീ തകർന്നു പോകാത്തതിന് കാരണം അവിടെ മുമ്പിൽ ദൈവത്തിന്റെ ജയാളിയാക്കി നിർത്തിയവരാണ്. ഹല്ലേലൂയ. ഇതാണ് എന്റെ യേശു. ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ആര് കൊല്ലാൻ നോക്കുന്നു, ആര് തകർക്കാൻ നോക്കുന്നു, അവന്റെ മുമ്പിൽ നിന്റെ ജയാളിയാക്കി ഉയർത്തുന്നവനാണ് എന്റെ യേശു. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ട. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആര് നമ്മളെ തകർക്കുന്നു അവരുടെ മുമ്പിൽ ദൈവം നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മോശയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷേ ആ ഫറവോന്റെ കണ്ണിന്റെ മുമ്പ് ദൈവം അവനെ ഉയർത്തി. ഫറവോൻ ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നതോറും അവർ വർദ്ധിച്ചു പെരുകി പറ തലയെ പിശാചേ, നീ എന്നെ തകർക്കാൻ നോക്കുന്നതോറും ഞാൻ വർദ്ധിച്ചു പെരുകും. എന്റെ ദൈവം എന്നെ ഉയർത്തും. എന്റെ ദൈവം എന്നെ മാനിക്കും. എന്റെ ദൈവം എന്നെ മാനിച്ചിരിക്കും. ഹല്ലേലൂയ. പിശാചിനെ കൊല്ലാൻ നോക്കും, തകർക്കാൻ നോക്കും. പക്ഷേ ദൈവം ആ പിശാചിന്റെ മുമ്പ് നിങ്ങളെ ഉയർത്തി മാനിച്ചിരിക്കുക. അതാണ് എന്റെ ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ഈ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മോശ വളർന്നു. ഹല്ലേലൂയ. ഇത് നല്ല അഭ്യാസമൊക്കെ പഠിച്ച് നല്ല മിടുക്കനായി വളരുകയാണ്. ഹല്ലേലൂയ. അവനിപ്പോ 18 വയസ്സായി. ഹല്ലേലൂയ. മോശ ഇങ്ങനെ ആ രാജ്യത്ത് ഇങ്ങനെ അവൻ സഞ്ചരിക്കുകയാണ്. ഈ രാജ്യകാര്യങ്ങളൊക്കെ നോക്കി എല്ലാ ജനങ്ങളുടെ കാര്യങ്ങളെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ രാജ്യത്തിന്റെ ചുമതലയൊക്കെ ഫറവോൻ ഏൽപ്പിച്ചു. അങ്ങനെ നടക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ അവൻ ഈ ഫറവോന്റെ പുത്രിയാണെങ്കിലും അവന്റെ ഉള്ളിലുള്ളത് ഇസ്രായേലിന്റെ ചോരയായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ശരീരത്തിൽ ഓടുന്ന ചോര ഏതാണ്? ഇസ്രായേലിന്റെ ചോര എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ചോരയാണ് അവന്റെ ശരീരത്തിൽ ഓടുന്നത്.
ഇങ്ങനെ രാജ്യകാര്യങ്ങൾ നോക്കി ജനങ്ങൾ ക്ഷേമം അന്വേഷിച്ച് പോകുമ്പോൾ ഒരു മിസ്രയീമിൽ നിന്ന് തന്റെ ഒരു സഹോദരൻ ഇസ്രായേൽക്കാരനെ എന്ത് ചെയ്യണം? അടിച്ചു കൊല്ലുകയാണ്, അടിക്കുകയാണ്. ഹല്ലേലൂയ. അടിച്ച് കൊല്ലുകയാണ്, കൊല്ലാൻ നോക്കുകയാണ്. ഹല്ലേലൂയ. ഇവന് സഹിച്ചില്ല. അവന്റെ ഉള്ളിലുള്ള ചോര ഏതാണ്? ഇസ്രായേലിന്റെ ചോര. അവന് മനസ്സിലായി, എന്റെ സഹോദരനെയാണ് ഈ മിസ്രയീമിൽ വന്ന് അടിച്ചു കൊല്ലാൻ നോക്കുന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മോശയ്ക്ക് ദേഷ്യം വന്നിട്ട് എന്റെ സഹോദരനെ അടിക്കുമെന്ന് ചോദിച്ച് എന്ത് ചെയ്തു? ആ മിസ്രയീമിനെ അടിച്ചു കൊന്ന് മണ്ണിൽ പൂത്തി. ഹല്ലേലൂയ. അടിച്ചു കൊന്ന് എന്ത് ചെയ്തു? മണ്ണിൽ പൂത്തി. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ നിന്ന് കടന്നുപോയി. മോശ വിചാരിച്ച് ആരും കണ്ടില്ല എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ചില ദിവസം കഴിഞ്ഞ് വീണ്ടും രാജ്യത്തിലെ ആൾക്കാർ കാര്യമൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ഹല്ലേലൂയ. നടന്നു പോകുമ്പോൾ രണ്ട് ഇസ്രായേലിയർ എന്ത് ചെയ്യണം? രണ്ട് ഇസ്രായേൽ മക്കൾ തന്നെ തമ്മിലടിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ പോയി പറഞ്ഞു, നിങ്ങൾ അടിക്കരുത്, നിങ്ങൾ സഹോദരങ്ങളാണ്, നമ്മളെല്ലാം സഹോദരൻ, നിങ്ങൾ അതുകൊണ്ട് അടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരുത്തൻ മോശയോട് ചോദിക്കുകയാണ്, നീ കഴിഞ്ഞ നാളിൽ ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്ന് പൂത്തിയത് ഞാൻ കണ്ടു, അതേപോലെ നീയും ഞങ്ങൾ അടിച്ചു കൊന്ന് മണ്ണിൽ പൂത്താനാണോ വന്നത്? ഹല്ലേലൂയ. നീ അടിച്ചു കൊന്ന് മണ്ണിൽ പൂത്താനാണോ വന്നതെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇത് കേട്ടത് മോശ ഞെട്ടിപ്പോയി. ഇത് കേട്ടതും മോശ ഞെട്ടിപ്പോയി. മോശ വിചാരിച്ചത് ഞാൻ മറ്റേ മിസ്രയീമിനെ കണ്ട കാര്യം വേറെ ആരും അറിഞ്ഞില്ലെന്നാണ് വിചാരിച്ചത്. ഹല്ലേലൂയ. പക്ഷെ ഈ ചോദ്യം കേട്ടത് മോശ ഞെട്ടി. മോശ എന്ത് ചെയ്തു? ഈ വാർത്ത ഫറവോന്റെ കയ്യിൽ ചെവിയിലെത്തിയാൽ അവൻ എന്നെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയിട്ട് ഫറവോൻ ആ കൊട്ടാരം വിട്ട് ഇറങ്ങി ഓടി. ഹല്ലേലൂയ. ഫറവോൻ എന്ത് ചെയ്തു? കൊട്ടാരം വിട്ട് ഇറങ്ങി ഓടി. ഹല്ലേലൂയ. ഹോരേബിൽ തന്റെ അമ്മായി അപ്പന്റെ അടുക്കൽ, ഇത്രോവിന്റെ അടുക്കൽ പോയി പാർത്തു. ഹല്ലേലൂയ. ഫറവോൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഈ മോശ കുഞ്ഞ് ഇസ്രായേൽ കുഞ്ഞായിരുന്നെന്നും അവൻ തന്റെ ജനമായ മിസ്രയീമിനെ ഒരുത്തൻ അടിച്ചു കൊന്നു എന്നൊക്കെ അറിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഇവനെ പിടിച്ചു കൊല്ലാൻ വേണ്ടി ഈ ഫറവോൻ ആളയച്ചിട്ട് അവനെ കിട്ടിയില്ല. മോശ ചാടി രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ വീണ്ടും ചില വർഷങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ 40 വയസ്സുവരെ ഫറവോന്റെ കൊട്ടാരത്തിൽ മോശ ജീവിച്ചു. ഹല്ലേലൂയ. 40 വയസ്സായപ്പോൾ ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. ഹല്ലേലൂയ. അങ്ങനെ എന്ത് ചെയ്തു? ഈ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം അവന് പ്രത്യക്ഷനാകുകയാണ് ഈ ഹോരേബ് മലമുകളിൽ. മോശ നോക്കുമ്പോൾ മുൾപ്പടർപ്പിൽ ഹല്ലേലൂയ തീ പിടിക്കുന്നു. മുൾപ്പടർപ്പിൽ തീ പിടിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ മുൾപ്പടർപ്പ് കത്തുന്നില്ല. മോശ അതെന്താണെന്ന് അറിയാൻ വേണ്ടി മുമ്പിലോട്ട് പോയി. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം, മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ ചെരുപ്പൂരിക്കളയാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ മോശ എന്ത് ചെയ്തു? കാലിൽ ചെരുപ്പൂരിക്കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കിലേക്ക് അവൻ പോയി. ദൈവം അവിടെ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു. നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു. നിങ്ങളുടെ സങ്കടം ഞാൻ അറിയുന്നു. ഞാൻ നിങ്ങളെ വിടിയിപ്പാൻ വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ 430 വർഷമായി. ഹല്ലേലൂയ. ഇതാ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കിടന്ന് പീഡനം അനുഭവിക്കുന്നു. എത്ര വർഷം? 430 വർഷം. 1-2 വർഷമല്ല, 430 വർഷം. ഇവിടെ കണ്ണുനീര് ദൈവം കേട്ടു. ദൈവം മോശയോട് പറയുകയാണ്, നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു. നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു. നിങ്ങളുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കഷ്ടത ദൈവം കാണുന്നില്ലെന്നാണ്, നിങ്ങളുടെ നിലവിളി ദൈവം കേൾക്കുന്നില്ലെന്നാണ്, നിങ്ങളുടെ സങ്കട ദൈവം അറിയുന്നില്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു. നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു. നിങ്ങളുടെ സങ്കടം ഞാൻ അറിയുന്നു. ഞാൻ നിങ്ങളെ വിടിയിപ്പാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, മോശെ തള്ളിക്കളഞ്ഞു. ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? 2 ഇസ്രായേൽക്കാരിൽ ചേർന്ന് അടികൂടിയപ്പോൾ മോശ എന്ത് ചെയ്തു? അവരെ പിടിച്ചു മാറ്റാൻ പോയപ്പോൾ അവരിൽ ഒരുത്തൻ പറഞ്ഞൊരു ചോദ്യമാണ്, നിന്നെ ഞങ്ങൾക്ക് നിയമകർത്താവ് രാജാവാക്കി വച്ചതാ. നീ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് കളിച്ചാൽ മതി, നീ ഞങ്ങളുടെ കാര്യം നോക്കണ്ട. നീ മിസ്രയീമിന്റെ കാര്യം നോക്കിയാൽ നിന്നെ ഞങ്ങൾക്ക് ആരും ന്യായാധിപതിയായിട്ട് കർത്താവായിട്ട് രാജാവെന്ന് വച്ചിട്ടില്ല. നിന്നപ്പോ വച്ചിരിക്കുന്നത് മിസ്രയീംകാർക്കാണ്. നീ അവരുടെ കാര്യം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ
ദൈവം എന്ത് ചെയ്തു? ഈ മോശയെ, ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞ മോശയെ ദൈവം അവർക്ക് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ദൈവം അവർക്ക് ന്യായാധിപതി കർത്താവാക്കി വെച്ചു. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയോട് തിരിച്ചു വരാൻ അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ അതിന്റെ 5-ാം അധ്യായം 7-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വചനം. ഹല്ലേലൂയ 7:35 അവിടെ നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കി വച്ചത് ആർ എന്നിങ്ങനെ അവൻ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൽപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനാക്കി വെച്ചു. ഹല്ലേലൂയ. കണ്ടോ, ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? ഈ മിസ്രയീമർ, ഈ ഇസ്രായേലിയർ തള്ളിക്കളഞ്ഞ മോശയെ തന്നെ ദൈവം എന്ത് ചെയ്തു? അവർക്ക് അധികാരിയും വീണ്ടെടുപ്പുകാരനാക്കി ദൈവം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളെ കുടുംബക്കാർ തള്ളിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞ നാളെ അവരുടെ അധികാരിയാക്കി ദൈവം നിങ്ങളെ വയ്ക്കും. ഇന്ന് ഒരുപക്ഷെ നിങ്ങളെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും അയൽവാസികൾക്ക് വേണ്ടാത്തവരായിരിക്കാം. പക്ഷെ നാളെ ഒരു സമയത്ത് അവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ അധികാരിയായിട്ട് വായിക്കും. നിങ്ങളുടെ കുടുംബക്കാരുടെ മുമ്പ് ദൈവം നിങ്ങളുടെ തലയായിട്ട് ദൈവം മാറ്റും. ഇന്ന് തള്ളിക്കളഞ്ഞ നിങ്ങളെ നാളെ കുടുംബക്കാരുടെ നടുവിൽ ഒരു തലയാക്കി, ഒരു ന്യായാധിപതിയാക്കി, ഒരു അധികാരിയാക്കി എന്റെ ദൈവം നിങ്ങളെ വച്ചിരിക്കും. കേട്ടോ, മോശെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇസ്രായേലിയർ തള്ളിക്കളഞ്ഞ മോശയെ ദൈവം തെരഞ്ഞെടുത്ത് അവർക്ക് ന്യായാധിപതിയോ കർത്താവുമാക്കി വച്ചു. മനസ്സിലായോ? ദൈവം എന്ത് ചെയ്തു? മോശയെ തെരഞ്ഞെടുത്തു. മോശയെ തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നീ ഫറവോന്റെ ഇടയിൽ നിന്ന് ഈ ജനത്തെ നീ വിടുവിച്ച് പുറത്തു കൊണ്ടുവരണം. അതിന് ഞാൻ നിന്നെ ന്യായാധിപതിയാക്കി തെരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ന്യായാധിപതിയായി, ഈ ഇസ്രായേൽ മക്കളുടെ തലവനായി ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ എന്ത് ദൈവം മോശയെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കണ്ടോ, ഇതിന്റെ പിന്നിലെ രഹസ്യം നിങ്ങൾ മനസ്സിലായോ? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് മോശയുടെ മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോശ ജനിച്ചപ്പോഴേ അവരെ കൊല്ലാൻ പ്ലാനുകൾ ഒരുക്കിയത്. പിശാച് എന്നാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും അറിയത്തില്ല കാര്യങ്ങൾ എന്താണെന്ന്. ഹല്ലേലൂയ. പിശാച് മുൻകൂട്ടി പ്ലാൻ ചെയ്തു. ഈ മോശ ജനിച്ചു വളർന്നു കഴിഞ്ഞാൽ യവൻ നാളെ എനിക്ക് തലവേദനയാണ്. അതുകൊണ്ട് യവൻ എന്ത് ചെയ്യണം? ഇതിനെ ഇവിടെ തകർക്കണം, മുളയിലേക്ക് ഉള്ളണമെന്ന് പറഞ്ഞിട്ടാണ് യവനെ ഈ ഇസ്രായേൽ മക്കൾക്കെതിരായി ഫറവോനെ കൊണ്ട് നിയമം ഉണ്ടാക്കിച്ചത്. ഹല്ലേലൂയ. ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ എറിയണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ പ്ലാൻ മോശയുടെ മേൽ ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ വിളി മോശയുടെ മേൽ കിടന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്തില്ല? മോശയെ കൊല്ലാൻ വിട്ടുകൊടുത്തില്ല, ഫറവോനെ തകർക്കാൻ വിട്ടുകൊടുത്തില്ല, മരണത്തിന് വിട്ടുകൊടുത്തില്ല. നിങ്ങളെ ദൈവം ജീവനോടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, എന്റെ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ മേലുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ പിശാച് പല കെണികൾ ഒരുക്കി, നിങ്ങളുടെ ഭർത്താവിനെ തകർക്കാൻ പിശാച് പല കെണികൾ ഒരുക്കി, നിങ്ങളുടെ മക്കളെ തകർക്കാൻ പിശാച് പല കെണികൾ ഒരുക്കി. എന്റെ ദൈവം നിങ്ങളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ വലിയ പദ്ധതി നിങ്ങളുടെ മേലുണ്ട്, നിങ്ങളുടെ മക്കളുടെ മേലുണ്ട്. സാക്ഷി പറഞ്ഞു, അവരെ മോൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ 2 ദിവസം കൂടെ എനിക്കിവിടെ നിൽക്കാൻ പറ്റും. എത്രയോ ദിവസം? 2 ദിവസം. ഈ 2 ദിവസം വിസ അടിച്ചില്ലെങ്കിൽ ഞാൻ നാട്ടിൽ കയറി വരും. അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. മെഡിക്കൽ ചെക്കപ്പ് എടുത്തപ്പോൾ കംപ്ലൈന്റ് ഉണ്ട്. 1ാമത് ചെക്കപ്പ് എടുത്തപ്പോൾ കംപ്ലൈന്റ് ഉണ്ട്. അതും ഡോക്ടർ എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു. കുഴപ്പമുള്ളത് കൊണ്ടാണ് ഡോക്ടർ എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഹല്ലേലൂയ. അടുത്ത എക്സ്റേ എടുത്തപ്പോൾ അടുത്ത് നോക്കി, നമ്മളെല്ലാം പ്രാർത്ഥിച്ചു. ആ ബ്രദർ എന്നെ വിളിച്ചു, നിങ്ങൾ വീട്ടിൽ പോയപ്പോ ആ ബ്രദർ വിളിച്ചു, ഞാനും നിങ്ങൾ ഒരുമിച്ച് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, ബ്രദറെ 2 ദിവസം ആകുമ്പോൾ ഇത് അടിച്ചില്ലെങ്കിൽ നാട്ടിൽ കയറ്റി വിടുന്നതാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഈ മെഡിക്കൽ പാസ്സായില്ലെങ്കിൽ നാട്ടിൽ കയറ്റി വിടും. ഞാൻ പറഞ്ഞു, ആ 2 ദിവസം ആകുമ്പോ നിങ്ങളുടെ വിസ അടിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മെഡിക്കൽ എല്ലാം പാസ്സായി നിങ്ങൾക്ക് വിസ അടിക്കും. ഹല്ലേലൂയ. ഞാൻ പറയാം, അതേപോലെ തന്നെ ആ ബ്രദറിന്റെ രാത്രി ആയപ്പോൾ ഹല്ലേലൂയ ആ മെഡിക്കൽ പാസ്സായ റിസൾട്ട് വന്നു. രാത്രി 12:30 എനിക്ക് മെസ്സേജ് ഇട്ടു. ഹല്ലേലൂയ. രാത്രി എത്ര മണിക്ക്? 12:30 മെസ്സേജ് പറഞ്ഞു, ബ്രദറെ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് വിസ അടിച്ചു. ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഞാൻ പേടിച്ചത്
വിളിക്കുമ്പോ എനിക്ക് അവർ ക്യാൻസർ എടുത്ത് നാട്ടിൽ പോകുമായിരുന്നു. പക്ഷേ ഇതാ ഇന്ന് രാത്രി 12 മണിക്ക് എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. നാളെ നേരെ 10 മണിക്ക് മെഡിക്കൽ പാസ്സായ റിപ്പോർട്ട് അവിടെ വന്നില്ലെങ്കിൽ, കമ്പനി പോയില്ലെങ്കിൽ അവർ വിസ ക്യാൻസൽ ആക്കി വീട്ടിൽ വിടും. പക്ഷേ രാത്രി 12 മണിക്ക് അവന് മെഡിക്കൽ പാസ്സായെന്ന് പറഞ്ഞ റിപ്പോർട്ട് കമ്പനിക്ക് ഡോക്ടർ എഴുതി അയച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം നമ്മൾ തള്ളിക്കളയുന്ന ദൈവമല്ല. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു സെക്കൻഡ് മതി. നേരം വിളിക്കുമ്പോ വീട്ടിൽ കയറ്റിയിടുമെന്ന് പറഞ്ഞ ആ കമ്പനിയുടെ അകത്തേക്ക് അവിടെ മെയിൽ പോയി ഇവർ മെഡിക്കൽ പാസ്സായി. രാത്രി 12 മണിക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഇതാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളെ ഒരു ഭാഗത്ത് പിശാച് തകർക്കാൻ നിൽക്കുമ്പോ മറുഭാഗത്ത് ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. 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 ഞാൻ വേറെ ആർക്കും വിളിക്കില്ല. ആദ്യം നിങ്ങൾക്കാണ് ഞാൻ വിളിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളെയാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ പപ്പയ്ക്ക് അമ്മയ്ക്കൊന്നും വിളിച്ചില്ല, എന്റെ വൈഫിനൊന്നും വിളിച്ചില്ല. നിങ്ങൾക്കാണ് ആദ്യം വിളിക്കുന്നത് പറഞ്ഞ് രാത്രി 12:30 എന്നെ വിളിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. മോശയെ ദൈവം വിട്ടുകൊടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ നാളെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. അവിടെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, മോശയെ തള്ളി പറഞ്ഞ നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവ് ന്യായാധിപതി ആക്കി വെച്ചത് ആർ എന്ന് ചോദിച്ച ഇസ്രായേലിന്റെ മുമ്പിൽ തന്നെ ദൈവം അവനെ ഉയർത്തി. അവർക്ക് തള്ളി പറഞ്ഞവർക്ക് ന്യായാധിപതി കർത്താവാക്കി എന്റെ ദൈവം മോശയെ മാറ്റിയെങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. നിങ്ങൾ ആരൊക്കെ തള്ളി പറഞ്ഞു, ആരുടെ മുമ്പിൽ നിങ്ങൾ തലവിരിച്ചോ, അവരുടെ മുമ്പിൽ എന്റെ ദൈവം നിങ്ങൾ ഉയർത്തി മാനിച്ചിരിക്കും. ഇന്ന് നിങ്ങളുടെ കുടുംബക്കാർക്ക് നിങ്ങൾ വേണ്ടാത്തവരായിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങൾ വേണ്ടാത്തവരായിരിക്കാം, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ വേണ്ടാത്തവരായിരിക്കാം, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് നിങ്ങൾ വേണ്ടാത്തവരായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടാത്തവരായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ആരൊക്കെ നിങ്ങളെ തള്ളി പറയുന്നു അവരുടെ മുമ്പ് ദൈവം നിങ്ങളെ ന്യായാധിപതി കർത്താവാക്കി മോശയെ വച്ചതുപോലെ നിങ്ങളെ അവൻ അവരുടെ മുമ്പിൽ അനുഗ്രഹിച്ചിരിക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ തലയാക്കി ദൈവം മാറ്റും. ഹാലിലെ ദൈവം മോശയോട് പറയണം, എനിക്ക് നിന്നെ മതി, എനിക്ക് നിന്നെ മതി. മോശ പറ, അയ്യോ ദൈവമേ, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, എന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ആർക്കും ഇഷ്ടമില്ല. ഫറവോൻ എന്നെ കണ്ട കൊല്ലും, ഫറവോൻ എന്നെ കണ്ട കൊല്ലും, ഞാൻ കൊലപാതകം ചെയ്തവനാണ്, ഫറവോൻ അതുകൊണ്ട് എന്നെ കണ്ട കൊല്ലും. മോശ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ എന്നെ അയക്കരുത്, ഞാൻ എനിക്ക് ഫറവോന്റെ മുമ്പിൽ പോവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, എടാ ഈ വിക്കനെ, കുരുടനെ, ചെകിടനെയൊക്കെ സൃഷ്ടിച്ചത് ആരടാ? ഞാൻ. എനിക്ക് നിന്നെ മതി. ഹല്ലേലൂയ. നിന്റെ വിക്കി സംസാരിക്കുന്ന നാവുണ്ടല്ലോ, ആ വായെ ഞാൻ നിന്റെ വായെ എന്റെ വായാക്കി മാറ്റി. ഹല്ലേലൂയ. ഇപ്പൊ നീ പറഞ്ഞ ശരി, നീ വിക്കനാണ്, നിനക്ക് സംസാരിക്കാൻ കഴിവില്ല, ശരി തന്നെ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഇതേപോലെ വിക്കനായ മോശയുടെ വായെ ദൈവത്തിന്റെ വായായി ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളുടെ വായെ ദൈവത്തിന്റെ വായാക്കി ദൈവം മാറ്റിയിരിക്കും. നിങ്ങളെ ദൈവത്തിന് പകരക്കാരനാക്കി ദൈവം മാറ്റിയിരിക്കും. ഞാൻ പറയാം, മോശ ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്നപ്പോൾ നല്ല വിദ്യാഭ്യാസം എല്ലാം നല്ല മിടുക്കനായിരുന്നു. പക്ഷേ അടുത്ത 40 വർഷം ആണ്ടുകളുടെ കൂടെ ഒറ്റയ്ക്കായിരുന്നു സഞ്ചാരം. അവൻ ആൾക്കാരുടെ കൂടെ സംസാരിക്കാതെ അവന്റെ നാവത്തെ തടിച്ചുപോയി. ഹല്ലേലൂയ. അവൻ ആൾക്കാരുടെ കൂടെ സംസാരമില്ല. അങ്ങനെ 40 വർഷമാണ് അവൻ മരുഭൂമിയിൽ ആട് മേയിച്ച് നടന്നത്. ഹല്ലേലൂയ. എല്ലാരും വിചാരിച്ചു മോശ തീർന്നുപോയി, മോശ തീർന്നുപോയി, ഇനി രക്ഷയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ 80-ാമത്തെ വയസ്സിൽ, എത്രാമത്തെ വയസ്സിൽ? 80-ാമത്തെ വയസ്സിൽ ദൈവം മോശയുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ദൈവം മോശയെ വിളിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അവൻ പറയണ, തടിച്ചത് നാവ്. ദൈവം പറഞ്ഞ, കുഴപ്പമില്ല, നിന്റെ വായെ ഞാൻ എന്റെ വായാക്കി മാറ്റും. ഹല്ലേലൂയ. നിന്റെ വായെ ഞാൻ എന്റെ വായാക്കി മാറ്റും. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞു, ഫറവോൻ എന്നെ കൊല്ലും. ദൈവം പറഞ്ഞു, നിന്റെ ഫറവോൻ നിന്റെ രോമത്തിൽ തൊടത്തില്ല, ഞാൻ ഫറവോൻ നിന്നെ ദൈവമാക്കി വെച്ചിരിക്കും. ഫറവോനെ കൊല്ലുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം പറഞ്ഞ, മോശെ നിന്നെ ഞാൻ ഫറവോനെ ദൈവമാക്കി വെച്ചിരിക്കും. ദൈവത്തെ കൊല്ലാൻ പറ്റുമോ? ആരെയും ദൈവം നിന്നെ കൊല്ലണം, ആദ്യം എന്നെ കൊല്ലണം, എന്നെ കൊന്നിട്ട്
നിന്നെ കൊല്ലാൻ പറ്റും. ഞാൻ ഫറവോനെ ദൈവമാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. മോശ എന്നിട്ടും സമ്മതിച്ചില്ല. കർത്താവ് എന്നോട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് മോശ ദൈവം നോക്കുമ്പോൾ മോശയുടെ കയ്യിൽ വടിയുണ്ട്. ആടുകളെ അടിച്ച് മേയ്ക്കുന്ന വടി. നല്ല ആടുകളെ മേയ്ച്ച് നല്ല പരിചയമുണ്ട്. കഴിഞ്ഞ 40 വർഷം ആട് മേയ്ക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തിന് മനസ്സിലായി 40 വർഷം അത് ആയിരക്കണക്കിന് ആടുകളെ മേയ്ച്ചവര്, ഹല്ലേലൂയ, ആടുകളെ മേയ്ച്ച് നടന്നവര്, ഇനി എന്റെ ജനമായി ഇസ്രായേൽ ജനം 40 ലക്ഷം പേര് വരുന്ന ഇസ്രായേൽ ജനത്തെ മേയ്ക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് മനസ്സിലായി. ഹല്ലേലൂയ. അതുകൊണ്ട് ആടുകളെ മേയ്ച്ച് നടന്ന മോശയുടെ വടി ദൈവം പറഞ്ഞ ആ വടിയെ നീ നിലത്തിടാൻ പറഞ്ഞു. ഹല്ലേലൂയ. മോശ എന്ത് ചെയ്തു? ആട് മേയ്ച്ച് നടന്ന വടിയെ നിലത്തിട്ടു. അതൊരു സർപ്പമായി മാറി. വടി എന്തായി മാറി? സർപ്പമായി മാറി. ദൈവം പറഞ്ഞു നീ അതിനെ പിടിക്കാൻ പറഞ്ഞു. മോശ പേടിച്ച് ബാക്കിലോട്ട് തിരിഞ്ഞു. പക്ഷെ ദൈവം പറഞ്ഞില്ലടാ, നിന്റെ കയ്യിൽ നിന്ന് വടിയെ ഇന്ന് വരെ എന്റെ വടിയാക്കി ഞാൻ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ ഈ വടി നിന്റേതായിരുന്നു. ഇത് വെച്ച് നീ ആടുകളെ മേച്ച് നടന്നു. പക്ഷേ ഇന്ന് മുതൽ നിന്റെ കയ്യിരിക്കുന്ന വടി ഇനി എന്റെ വടിയായിട്ട് മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം പറഞ്ഞതുപോലെ മോശ ആ സർപ്പത്തിന്റെ അറ്റം പോയി പിടിച്ചപ്പോൾ പഴയതുപോലെ വടിയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ വടി വെച്ച് മോശ അനേകം അത്ഭുതങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ട് വടി എടുത്തിട്ട് കൊടുത്തു. ഹല്ലേലൂയ. ഫറവോൻ നോക്കിയപ്പോൾ സർപ്പമായി. ഫറവോൻ പേടിച്ച് വിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കൊല്ലാൻ വന്നവൻ ഇപ്പൊ പേടിച്ച് വിളിക്കുകയാണ്. ഹല്ലേലൂയ. നേരത്തെ കൊല്ലാൻ ഓടിച്ചവനാണ്. ഹല്ലേലൂയ. ഇപ്പോൾ മോശയെ കണ്ടപ്പോൾ മോശയുടെ വടി നിലത്തിട്ടപ്പോൾ സർപ്പമായപ്പോൾ ഇതാ ഫറവോൻ നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ മോശ പറഞ്ഞു, എന്റെ ജനത്തെ എന്നെ ആരാധിക്കാൻ വിട്ടയക്കാം എന്നെന്റെ ദൈവം പറയുന്നു. ഇപ്പോൾ മോശയുടെ ഫറവോൻ നിന്റെ ദൈവം ആര്? അപ്പോ മോശ പറയുന്ന മറുപടി, എന്റെ ദൈവം യഹോവ എന്നാകുന്ന അവന്റെ പേര്. അവൻ എനിക്ക് ഹോരേബ് മലയിൽ പ്രത്യക്ഷനായി എന്നോട് തന്റെ ജനത്തെ വിട്ടേക്കാം, ഈ ഇസ്രായേൽ ജനത്തെ വിട്ടേക്കാം ദൈവം എന്റെ അടുത്ത് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് കേട്ടിട്ട് അവൻ വിട്ടയച്ചില്ല. ഹല്ലേലൂയ. വീണ്ടും അവനെ കളിയാക്കി, മോശയെ കളിയാക്കി. അങ്ങനെ 1, 2, 3 10 അത്ഭുതങ്ങൾ ദൈവം അവിടെ ചെയ്തു. 10 ബാധകളെ അയച്ചു. 30 ബാധകളെ അയച്ചിട്ട് ഹല്ലേലൂയ എന്ത് ചെയ്തില്ല? ഫറവോൻ ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചില്ല. ഹല്ലേലൂയ. എന്ത് വെള്ളമെല്ലാം രക്തമായി തീർന്നു. വീടിനകത്ത് പുറത്തും എല്ലാം പേരുകളെ കൊണ്ട് നിറഞ്ഞു. ഈച്ചകളെ കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ അട്ടകളെ കൊണ്ട് നിറഞ്ഞു. പല പരിക്കുകൾ വന്നു. പലവിധ വ്യാധികളെ കൊണ്ട് നിറച്ചു. അനേകം കുരുടരായി മാറി. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ ഫറവോന് ഒരു മനസ്സിന് ഒരു ചഞ്ചലം ഉണ്ടായില്ല. 9 ബാധകളെ അയച്ചിട്ടും ഈ ഫറവോന് ഒരു മാറ്റവും വന്നില്ല. 10ാമത്തെ ഒരു ബാധ അയച്ചു. ഹല്ലേലൂയ. ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ നിൽക്കുന്ന ആട്ടിൻകുട്ടിയിൽ നിന്ന് നല്ലൊരു ആട്ടിൻകുട്ടി തിരഞ്ഞെടുത്ത് അറക്കണം. അറുത്തിട്ട് അതിന്റെ രക്തം നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിലെ കട്ടടമേൽ, കുറുമ്പടിമേലും നെടുമ്പടിമേൽ നിങ്ങൾ പുരട്ടണം. ഹല്ലേലൂയ. രാത്രി സംഘാരകൻ കടന്നു വരും. ഈ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയ വീട്ടിന്റെ അകത്ത് സംഘാരകൻ കടക്കത്തില്ല. ഇസ്രായേൽ മക്കളുടെ വീട്ടില് സംഘാരകൻ കടന്നില്ല. പക്ഷേ പകരം എന്ത് ചെയ്തു? ഫറവോന്റെ കൊട്ടാരം മുതൽ അവന്റെ രാജ്യത്തിൽ കുടിൽ വരെ ആദ്യ കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. ഹല്ലേലൂയ. കഴിഞ്ഞൊരു സന്തതിയെ സംഘാരകൻ നശിപ്പിച്ചു കളഞ്ഞു. ഫറവോന്റെ കൊട്ടാരം മുതൽ കുടിൽ വരെ നിലവിളി ഉയർന്നു. പക്ഷേ ഇസ്രായേൽ മക്കൾ കുഞ്ഞാടിന്റെ രക്തം പുരട്ടത് കൊണ്ട് ഒരൊറ്റ വീട്ടിൽ സംഘാരകൻ കയറി. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വീണ്ടും പാടുന്നത് വെറുതെയല്ല, പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് സംഘാരകൻ കയറാത്തത് കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ ആരാധനയാണ്, നിങ്ങളുടെ കൈയടിയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, രാത്രി സംഘാരകൻ ഇറങ്ങി വന്നപ്പോൾ കുഞ്ഞാടിന്റെ രക്തം കണ്ട് സംഘാരകൻ മാറിപ്പോയെങ്കിൽ നിങ്ങളുടെ ആരാധന വെറുതെയല്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെ ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ട് ആ വീടിനെ സംരക്ഷണം ചെയ്തെങ്കിൽ ഇന്ന് നമ്മുടെ കർത്താവായ യേശുവിന്റെ രക്തം കൊണ്ടാണ് നിങ്ങളുടെ വീടിനെ സംരക്ഷണം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അനേകം വീടുകൾ തകർക്കപ്പെട്ടിട്ടും നിങ്ങളുടെ വീടിനകത്ത് സംഘാരകൻ കയറാത്തതിന് കാരണം യേശുവിന്റെ രക്തം കൊണ്ട് നിങ്ങളുടെ വീടിന് മുദ്ര വച്ചിരിക്കുന്നതുകൊണ്ട്. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം ആത്മഹത്യകൾ നടക്കേണ്ട വീടുകളാണ് നിങ്ങളുടെ വീടുകൾ. എത്രയോ പ്രാവശ്യം മരണം നടക്കേണ്ട വീടാണ് നിങ്ങളുടെ വീട്. പക്ഷേ എന്തുകൊണ്ട് നടന്നില്ല? യേശുവിന്റെ രക്തം കൊണ്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ തലമുറയുടെ പേര്, നിങ്ങളുടെ ഭവനത്തെ കർത്താവ് മുദ്ര ചെയ്തുകൊണ്ടാണ് ഒരു സംഘാരകൻ കയറാൻ പറ്റാതെ.
അയൽപക്കത്തെ വീടുകൾ സംസ്കാരം കയറി അനേകർ മരിച്ചിട്ടും നിങ്ങളെ വീട്ടിൽ കയറാത്തതിന് കാരണം ഒന്നേ ഉള്ളൂ, എന്റെ ദൈവത്തിന്റെ രക്തം കൊണ്ട് നിങ്ങളെയും നിങ്ങളെ ഭവനത്തെയും മുദ്ര വച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ വചനത്തിൽ എഴുതി വെച്ചിട്ട് തള്ളിക്കളഞ്ഞ മോശയെ ദൈവ ന്യായാധിപതിയും നിയമകർത്താവാക്കി വെച്ചു. ഹല്ലേലൂയ. മോശ ജനിച്ചപ്പോൾ അതിസുന്ദരനായിരുന്നു. പക്ഷേ ഫറവോൻ അവനെ തകർക്കാൻ നോക്കിയിട്ട് ദൈവം അവനെ വിട്ടുകൊടുത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയാം, അവസാന ഭാഗം വരുമ്പോ ഇതാ ഈ ഇസ്രായേൽ മക്കളെല്ലാം അവിടുന്ന് ജയാളിയായി വരികയാണ്. ചെങ്കടലിന്റെ മുമ്പിലെത്തി. ഹല്ലേലൂയ. ഇതാ ഇവർ നോക്കുമ്പോൾ മുമ്പിൽ ചെങ്കടൽ, പിന്നാലെ ഫറവോൻ സൈന്യം വീണ്ടും പിടിക്കാൻ വേണ്ടി വരികയാണ്. ഒന്നുകിൽ അവരെ കൊല്ലും, ഹല്ലേലൂയ, അല്ലെങ്കിൽ അവർക്ക് ഈ ചെങ്കടൽ ചാടി ചാവണം. രണ്ട് കാര്യം, ഒന്നിൽ ഫറവോൻ കൊല്ലും അല്ലെങ്കിൽ ചെങ്കടൽ ചാടി ചാവണം. അപ്പോഴോ മോശ നിലവിളിക്കുകയാണ്. ദൈവം പറയണം, മോശ എന്തിനാ നിലവിളിക്കണം? നിന്റെ കയ്യിൽ ഞാൻ വഴി തന്നിട്ടില്ലേ? അതിനെടുത്ത് ചെങ്കടൽ നീട്ടാൻ പറഞ്ഞു. മോശ നീട്ടി. ദൈവ ചെങ്കടൽ രണ്ടായിട്ട് ഭാഗിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ പ്രാർത്ഥന വെറുതെയല്ല, ഈ ആരാധന വെറുതെയല്ല. ദൈവം മോശയ്ക്ക് കൊടുത്ത വടി പോലെ നിങ്ങൾക്ക് തന്നൊരു വടിയാണ് ഈ പ്രാർത്ഥനയും ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. നിങ്ങളുടെ മുമ്പിൽ വരുന്ന സകല ചെങ്കടലുകളും രണ്ടായിട്ട് വഴിമാറിക്കും. നിങ്ങളെ തകർക്കാൻ വരുന്ന സകല പ്രശ്നങ്ങളും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ഹല്ലേലൂയ. ഇതാ ഇസ്രായേലൊക്കെ ജയാളിയായി അക്കരെ കടന്നുപോയി. ഹല്ലേലൂയ. എന്നിട്ട് അക്കരെ എത്തിയപ്പോൾ മോശയോട് ദൈവം പറയണം, മോശേ നിന്റെ കയ്യിലിരിക്കുന്ന വടികൾ തിരിച്ചു നീട്ടാൻ പറഞ്ഞു. മോശ തിരിച്ചു നീട്ടി. കടൽ ഒന്നായി. എവരെ പിടിക്കാൻ വന്ന ഫറവോന്റെ സൈന്യം ചെങ്കടലിൽ മുങ്ങിച്ചത്തു. എവര് കാണുന്നില്ല. എവര് ജയാളി അങ്ങനെ എത്തി അവിടെ പോയി പാട്ടും ആഘോഷം തുടങ്ങി. പിന്നാലെ ഫറവോൻ പിടിക്കാൻ വരുന്നത് എവര് കണ്ടില്ല? ആര് കണ്ടു? നമ്മുടെ ദൈവം കണ്ടിട്ടാ പറഞ്ഞേ, നീ വടിയെ തിരിച്ചു നീട്ട്, അപ്പൊ കടൽ ഒന്നാവോ. ഹല്ലേലൂയ. എന്നിട്ട് രാത്രി അവർ അക്കരെ കിടന്ന് ഇവർ പാട്ടും കൂത്തും ആഘോഷമായി ദൈവത്തെ പാടി തുതിച്ചിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് എല്ലാവരും കടലിക്കര കിടന്ന് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. കടലിക്കര കിടന്ന് ഉറങ്ങുകയാണ്. നേരം വെളുത്ത് കണ്ട കാഴ്ച ഫറവോന്റെ സൈന്യം ചത്ത് കടൽക്കരെ അടിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് ദൂത് പറയാനുണ്ട്. നിന്നെ തകർക്കുന്നവർ തകർന്നു പോകും. മോശയെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലാൻ ഉത്തരവിട്ടവർ മോശയുടെ മുമ്പിൽ ചത്ത് കിടക്കുന്നത് മോശ കണ്ടു. പക്ഷേ മോശയുടെ രോമത്തിൽ പോയി തൊടാൻ ഫറവോനെ കൊണ്ട് സൈന്യത്തെ കൊണ്ട് പറ്റിയില്ല. ഹല്ലേലൂയ. പക്ഷേ തന്നെ കൊല്ലാൻ വന്നവൻ, പല പ്രാവശ്യം ഉപദ്രവിക്കാൻ നോക്കിയവൻ തന്റെ മുമ്പിൽ ചത്തു കിടക്കുന്നത് ഡെഡ് ബോഡിയായി ഇതാ കടലിന്റെ കരയിൽ അടിഞ്ഞു കിടക്കുന്നത് മോശ കണ്ടു. കണ്ടു. ഞങ്ങൾ 430 വർഷം, 1-2 വർഷമല്ല, 430 വർഷമായി പീഡിപ്പിച്ചവൻ ഇതാ ഇത് ചാന്തി കിടപ്പുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളെ തകർക്കാൻ നോക്കുന്നവർ തകർന്നു പോകും. അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. പക്ഷേ നിങ്ങളെ രോഗത്തിൽ തൊടാം. നിങ്ങളൊക്കെ വെല്ലുവിളിക്കുന്നവരെയോ ഒരു പിശാചിനെയോ ദൈവം സമ്മതിക്കത്തില്ല. എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു. ഇതാ നിന്നെ ന്യായകർത്താവ് നിന്നെ ദൈവമാക്കി വെച്ചതാ, നിന്നെ ന്യായകർത്താവ് നിന്നെ അധികാരി ആക്കി വെച്ചതാ എന്നിങ്ങനെ അവർ തള്ളി പറഞ്ഞ ഈ മോശയെ ദൈവം മുൻപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരി വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ആ ദൈവത്തിന്റെ കര നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. നിങ്ങളെ തള്ളിക്കളയുടെ മുമ്പേ, നിങ്ങളെ മാറ്റുന്നതിന് മുമ്പേ ദൈവം നിങ്ങൾ ഉയർത്തി മാറിക്കാൻ പോവുകയാണ്. എത്ര പേർ ആമേൻ പറയും? ഇത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളെ തകർക്കാൻ നോക്കുന്നതിന്റെ മുമ്പിൽ, നിങ്ങളെ തള്ളിക്കളയുടെ മുമ്പിൽ എന്റെ ദൈവം നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ തലമുറകളെ ഉയർത്തി മാറിക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു.
ഓ ജീസസ്. എല്ലാവരും കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിക്ക്. ഭയങ്കരമായ ദൈവമഹത്വം വെളിപ്പെടുകയാണ്. ഭയങ്കരമായ ദൈവമഹത്വം വെളിപ്പെടുകയാണ്. നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതി കർത്താവ് ആക്കി വച്ചത് ആരെന്ന് ചോദിച്ച് തള്ളിപ്പറഞ്ഞ ഈ മോശെ ദൈവം അവരെ വെച്ച് മുൾപ്പടപ്പിൽ പ്രത്യക്ഷനായി അവനെ ന്യായാധി കർത്താവ് ഇവർക്ക് വേണ്ടി നിയമമാക്കി വച്ചെങ്കിൽ ഇന്ന് പകൽ ആ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാവരും കരങ്ങളെ അടിച്ച് ആ ദൈവത്തെ സ്തുതിക്ക്. ഫാദറെ, ദൈവത്തിന്റെ ഭയങ്കര മകത്തോടെ വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മകത്തോടെ വ്യാപരിക്കുകയാണ്. ജയത്തോടെ പിടിച്ചു പാടിടുമേ, ഹല്ലേലൂയ പാടിടുമേ. ജയത്തോടെ പിടിച്ചു പാടിടുമേ, ഹല്ലേലൂയ പാടിടുമേ. സാത്താന്റെ തലയെ തകർത്തു യേശു, ജയത്തെ നമുക്കായി തന്നു യേശു. സാത്താന്റെ തലയെ തകർത്തു യേശു, ജയത്തെ നമുക്കായി തന്നു യേശു. സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ അവനേശുവിന്റെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിയല്ലോ യേശുവിന്റെ സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ അവനേശുവിന്റെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിയല്ലോ യേശുവിന്റെ ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ കൺമുൻപിൽ. ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ കൺമുൻപിൽ. ദൂതരുടെ സംഘം കാവലായി നിൽക്കുന്നു അണിയണിയാ. ദൂതരുടെ സംഘം കാവലായി നിൽക്കുന്നു അണിയണിയാ. സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ അവനേശുവിന്റെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിയല്ലോ യേശുവിന്റെ സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ അവനേശുവിന്റെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിയല്ലോ യേശുവിന്റെ അനുകൂലമായ യേശുണ്ടെങ്കിൽ പ്രതികൂലമായ നിൽക്കും. അനുകൂലമായ യേശുണ്ടെങ്കിൽ പ്രതികൂലമായ നിൽക്കും. തുറക്കാത്ത വാതിൽ ഉടഞ്ഞു പോകും യേശുവിൻ നാമത്തിൽ തുറന്നു വരും. തുറക്കാത്ത വാതിൽ ഉടഞ്ഞു പോകും യേശുവിൻ നാമത്തിൽ തുറന്നു വരും. സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ അവനേശുവിന്റെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിയല്ലോ യേശുവിന്റെ സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ അവനേശുവിന്റെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിയല്ലോ യേശുവിന്റെ യേശുവിൻ നാമം അഗ്നിയത്രേ, യേശുവിൻ വചനം വാളത്രേ. യേശുവിൻ നാമം അഗ്നിയത്രേ, യേശുവിൻ വചനം വാളത്രേ. യേശുവിൻ ആത്മാവരുളി ചെയ്യും എതിരുകൾ കോട്ടകൾ തകർന്നു വീഴും. യേശുവിൻ ആത്മാവരുളി ചെയ്യും എതിരുകൾ കോട്ടകൾ തകർന്നു വീഴും. സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ അവനേശുവിന്റെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിയല്ലോ യേശുവിന്റെ ജയക്കൊടി പിടിച്ചു പാടിടുമേ, ഹല്ലേലൂയ പാടിടുമേ. ജയക്കൊടി പിടിച്ചു പാടിടുമേ, ഹല്ലേലൂയ പാടിടുമേ.
സാത്താന്റെ തലയിൽ തകർത്തു യേശു, ജയത്തെ നമുക്കായി തന്നു യേശു. സാത്താന്റെ തലയിൽ തകർത്തു യേശു, ജയത്തെ നമുക്കായി തന്നു യേശു. സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ, യേശുവിന്റെ തന്ത്രങ്ങൾ കത്തിയല്ലോ, യേശുവിന്റെ സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ, യേശുവിന്റെ തന്ത്രങ്ങൾ കത്തിയല്ലോ, യേശുവിന്റെ പകൽക്കാലം കരങ്ങളടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്ന പിശാചിന്റെ തലയെ തകർത്തിട്ട് കാൽവരി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വലിയ ജയത്തെ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓ ജയക്കൊടി പിടിക്കുന്ന പാടിടുന്നു വിളിച്ചു പറ. പിശാചിന്റെ തലയെ കർത്താവ് തകർത്ത് കഴിഞ്ഞു. എല്ലാ മന്ത്രവാദ ദൈവം തകർത്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. എല്ലാ തന്ത്രങ്ങളും ദൈവം തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. ദൈവം വലിയൊരു ജയത്തെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഭയങ്കരമായ ദൈവമുഖത്ത് വെളിപ്പെടുകയാണ്. കർത്താവിനെ തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കുക. ഒരു അസാധാരണമായ ദൈവത്തിന്റെ ശക്തി മോശയെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതി കർത്താവ് നിങ്ങൾക്ക് നേതാവാക്കി വച്ചത് ആരെന്ന് ചോദിച്ചവരുടെ മുമ്പിൽ ദൈവം അവരെ ന്യായാധിപതി കർത്താവാക്കി വച്ചതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരുണ വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ കര വ്യാപരിക്കുന്നു. തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ തള്ളിക്കളഞ്ഞവരെ കർത്താവാക്കി മാറ്റിയെങ്കിൽ, ന്യായാധിപതിയാക്കി മാറ്റിയെങ്കിൽ, അവനെ ലീഡറാക്കി ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ ഉയർത്തുകയാണ്. ആരൊക്കെ നിങ്ങൾ തള്ളിക്കളഞ്ഞോ അവിടെ മുമ്പിൽ ദൈവം നിങ്ങളെ ഉയർത്തുകയാണ്. മോശയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഒരുക്കി, പക്ഷെ ദൈവം വിട്ടുകൊടുത്തില്ല. മോശയെ കൊല്ലാൻ വേണ്ടി പിശാച് പല പ്ലാൻ ഒരുക്കി, ദൈവം വിട്ടുകൊടുത്തില്ല. ആര് കൊല്ലാൻ നോക്കിയോ അവന്റെ കൺമുൻപിൽ മോശ വളർന്നതുപോലെ ഇന്ന് പകൽക്കാലം നിന്നെ തകർക്കാൻ നോക്കുന്നതിന് മുമ്പ് നീ വളരെ ഇസ്രായേൽ മക്കൾ വാർത്തിച്ച് പെരുകിയത് പോലെ അവർ ബലപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. കൊല്ലാൻ നോക്കിയുടെ മുമ്പ് തകർക്കാൻ നോക്കിയുടെ മുമ്പിൽ മോശ വളർന്ന് വലുതായതുപോലെ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ വളർത്തുകയാണ്. ദൈവം നിങ്ങളെ ഉയർത്തുകയാണ്. ഇസ്രായേൽ മക്കളെ ഫറവോൻ പീഡിപ്പിക്കുന്നതോടെ അവർ വർദ്ധിച്ച് പെരുകിയതുപോലെ ഇന്ന് പകൽക്കാലം നിന്നെ പീഡിപ്പിക്കുന്നതോറും നീ വർദ്ധിച്ച് പെരുകുകയാണ്. മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതോറും മറ്റുള്ളവരെ തകർക്കുന്നതോറും നീ വർദ്ധിച്ച് പെരുകുകയാണ്. ദൈവത്തിന്റെ ദൂത് ഇന്ന് പകൽക്കാലം സ്വീകരിച്ചോ. നിന്നെ ആരൊക്കെ പീഡിപ്പിക്കുന്നു അവിടെ മുമ്പ് നീ വർദ്ധിച്ച് പെരുക. നിന്നെ ആരൊക്കെ തകർക്കാൻ നോക്കുന്നു അവിടെ മുമ്പ് ദൈവത്തിനെ ഉയർത്തുക. ആരൊക്കെ നിന്നെ തകർക്കാൻ നോക്കുന്ന മുമ്പ് ദൈവത്തിനെ ഉയർത്തി മാറി ചിരിക്കും. ദൈവത്തിന് ഭയങ്കര മഹത്വം വിഭാതന ജനിക്കണേ. യേശുവിന്റെ നാമത്തിൽ വിഭാതന ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ജനിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കാര്യോടെ ജനിക്കുന്നു. പിന്നെ പകൽക്കാലം ദൈവത്തിന്റെ ഗ്ലോറിയോട് വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിൽപ്പാണ്. യേശുവിന്റെ നാമത്തിൽ വിഭാതന ദൈവത്തിന്റെ കാര്യം വിഭാതന വെളിപ്പെടുകയാണ്. വിഭാഗത്തിൽ ഇങ്ങനെ പറയാൻ പറയുന്നു, ആരൊക്കെ തകർക്കാൻ നോക്കുന്നു അവിടെ മുമ്പിൽ എന്റെ ദൈവത്തിന് വാർത്തിച്ച് പെരുകുന്നു. നിന്നെ മാത്രമേ നിന്റെ തലമുറകളെ തകർക്കാൻ നോക്കുന്നതിന് മുമ്പിൽ വാർത്തിച്ച് പെരുകും. നീ വർദ്ധിച്ച് പെരുകും. നീ അനുഗ്രഹമായി കണ്ടാൽ മാറ്റം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദൂത് കൈമാറുകയാണ്. ദൈവത്തിന്റെ ദൂത് കൈമാറുകയാണ്. നീ ഒരു അനുഗ്രഹമായി മാറും. ഒരു മോശയെ പോലെ നീ ഒരു നേതാവായി മാറും. ഒരു ലീഡറായി മാറും. ഒരു ലീഡറായി മാറും. ഒരു ലീഡറായി മാറും. ഒരു ലീഡറായി മാറും. പലരും പല പ്രശ്നങ്ങൾ ചാടിച്ചിട്ട് അവിടുന്ന് മാറിക്കളയുകയാണ്. പിന്നെ പലരും പല പ്രശ്നങ്ങൾ ചാടിച്ചിട്ട് അവിടുന്ന് മാറുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു അവിടെ മുമ്പിൽ ദൈവം നിന്നെ ഒരു നേതാവാക്കി മാറ്റം. മോശയെ മാനിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നേതാവായി ലീഡറായി ദൈവത്തിന് മാറ്റാൻ പോവുകയാണ്. നീ ആരെന്ന് ചോദിച്ചയുടെ നടുവിൽ നിന്നെ മാറ്റി നിർത്ത നടുവിൽ ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഭയങ്കരമായ ദൈവമഹത്വം വിവാദന അങ്ങനെ ദൈവത്തിന്റെ ചലിക്കുകയാണ്. നിങ്ങൾ തള്ളിപ്പറഞ്ഞവരുടെ മുമ്പിൽ മാറ്റി നിർത്തിയുടെ മുമ്പിൽ ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണ്. നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ തലമുറകളുടെ മുമ്പ് നിങ്ങളുടെ തലമുറകൾ നിന്നാ മാത്രമാണ് ആ തലമുറയുടെ നടുവിൽ ദൈവത്തിന്റെ കര വെളിപ്പെടുക.
വെളിപ്പെടുകയാണ്. എവിടെയൊക്കെ തല ഒലിക്കേണ്ടി വന്നോ, എവിടെയൊക്കെ മാറ്റി നിർത്തപ്പെട്ടോ, അവിടെ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. എന്റെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം മോശയെ തള്ളിക്കളഞ്ഞവരുടെ നടുവ് ന്യായാധിപതി കർത്താവാക്കി വെച്ച ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ ദൈവ ന്യായാധിപതി കർത്താവാക്കി വയ്ക്കുകയാണ്. ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. ഇപ്പോൾ അത് അനുഗ്രഹിച്ച് പ്രാർത്ഥന അവിടെ ദൈവത്തിന് ചലിക്കുകയാണ്. ഇന്ന് മക്കൾക്ക് ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ആരൊക്കെ തള്ളിക്കളഞ്ഞോ അവിടെ ദൈവത്തിന് കരം വെളിപ്പെടുകയാണ്. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഫാദറെ തൊടുന്നു. ദൈവത്തിന്റെ കര ഇപ്പോൾ നിങ്ങളുടെ മക്കളുടെ ദൈവത്തിന്റെ കര ചലിക്കുകയാണ്. നിങ്ങൾ ആര് തള്ളിക്കളഞ്ഞോ അവിടെ മേൽ ദൈവത്തിന്റെ കര ചലിക്കുന്നു. അവര് കാണുക ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു ഭവനം ദൈവം തരാൻ പോകുകയാണ്. ആ ഭവനത്തിന്റെ ദൈവത്തിന്റെ കര ചലിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കും. ആ ദൈവത്തിന്റെ കര ആരൊക്കെ നിന്ദിച്ചോ, ആരൊക്കെ തള്ളിക്കളഞ്ഞോ, ആരൊക്കെ മാറ്റി നിർത്തിയോ, ആരെ കുത്തുവകൾ പറഞ്ഞ് അവരുടെ നടുവ് ദൈവം നിങ്ങളെ മാനിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി പകൽക്കാരുടെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിമോചനം അനുസരിച്ച് പ്രാർത്ഥിക്കുന്നത് ഭയങ്കര മഹത്വം. പിന്നെ ആരൊക്കെ തള്ളിക്കളഞ്ഞു, ആരൊക്കെ കുത്തുവാക്കൾ പറഞ്ഞോ അവിടെ നടുവിൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. പിന്നെ നിന്ദിച്ച സഹോദരൻ നടുവിൽ ജോസഫിനെ മാനിച്ചതുപോലെ ദൈവത്തിന് അനുഗ്രഹിച്ച് ഉയർത്താൻ പോകുകയാണ്. അവർ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുന്നവർ അവർ വർദ്ധിച്ച് വളർന്നതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. ജോസഫിനെ മന്ത്രിക്കത്തിൽ പോലെ സഹോദരങ്ങൾ കൊല്ലാൻ നോക്കി, സഹോദരങ്ങൾ പൊട്ടക്കിടന്ന് ഇട്ടു. പക്ഷേ അവളെ ദൈവം പൊക്കിയെടുത്ത മന്ത്രിക്കത്തിനെ ഇരുത്തിയതുപോലെ ഇന്ന് പകൽക്കാലം നീ ആരെന്ന് ചോദിച്ച ഇസ്രായേൽ മക്കൾക്ക് മുമ്പ് നിങ്ങൾക്ക് ആരാണ് ന്യായാധിപതി കർത്താവാക്കി വെച്ച് എന്ന് ചോദിച്ചതിന് മുമ്പ് ദൈവം മോശയും ന്യായാധിപതി കർത്താവാക്കി വെച്ചതുപോലെ നിന്റെ തലമുറയുടെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. സഹോദരന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഒരു ന്യായാധിപതി കർത്താവാക്കിയത് ദൈവം ആക്കിയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ചലിക്കുന്നത്, ഭയങ്കര മഹത്വം. ഇത് മക്കൾക്ക് എല്ലാ ബന്ധങ്ങളും അഴിഞ്ഞു മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ തകർക്കാൻ പിശാചുകളുടെ എല്ലാ കെട്ടുകളും പൊട്ടിച്ചു മാറ്റുന്നു. എവിടെയൊക്കെ തകർത്തോ എല്ലാ കെട്ടുകളെ ഞാൻ പൊട്ടിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. സഹോദരങ്ങൾ നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെടുത്തി. ആ ഒറ്റപ്പെടുത്തിയ സഹോദരൻ നടുവിൽ മാറ്റി നിർത്തിപ്പെട്ട സഹോദരൻ നടുവിൽ ദൈവം നിങ്ങളെ രാജാവായിട്ട് വാഴിക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കുകയാണ്. ദൈവം നിങ്ങളെ ന്യായാധിപതി കർത്താവാക്കി ദേശത്ത് വച്ചിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ കര നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. അവിടെ അങ്ങോട്ട് പോയി ദൈവത്തിന്റെ കര വെളിപ്പെടുകയാണ്. തള്ളിക്കളഞ്ഞയുടെ മുമ്പ് ദൈവം മോശയെ ന്യായാധിപതി കർത്താവാക്കി വെച്ചതുപോലെ ദൈവത്തിന്റെ കര നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ കര നിങ്ങളുടെ മേൽ വെളിപ്പെടുപോലെ കണ്ട തൊടുന്നു. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ചലിക്കുകയാണ്. തള്ളിക്കളഞ്ഞയുടെ മുമ്പ് ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വെളിപ്പെടുക. ഇത് പകൽക്കാലം സ്വർഗ്ഗം ഇറങ്ങി നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുന്നു. തലമുറകളെ ഭയങ്കരമായി അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പലയിടങ്ങളിൽ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട്. മക്കൾ നിമിത്തം തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ദൈവം ആ മക്കളിലൂടെ നിങ്ങളുടെ തലയെ ഉയർത്താൻ പോകുകയാണ്. മക്കളിലൂടെ ദൈവത്തിന്റെ തല ദൈവം നിങ്ങളെ ഉയർത്തുകയാണ്. നിങ്ങളുടെ തലയെ ദൈവം ഉയർത്തുകയാണ്. ഇന്ന് പകൽക്കാലം മോശയെ ദൈവം അനുഗ്രഹിക്കുന്നത് പോലെ പിന്നെ ഞങ്ങൾക്ക് ആരാണ് ന്യായകർത്താവ് ദൈവമാക്കി വച്ചതെന്ന് ചോദിച്ച ആ ഇസ്രായേൽ മക്കളുടെ മേൽ ദൈവം മോശയെ തെരഞ്ഞെടുത്ത് ന്യായാധിപതി കർത്താവാക്കി വച്ചതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങൾ ദേശത്തിന്റെ ഒരു ന്യായാധിപതി കർത്താവാക്കി ദൈവം ആക്കുകയാണ്. ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം മോശയെ തീച്ചുടനെ വലിച്ചെടുത്തവൻ, മോശയെ വലിച്ചെടുത്തവൻ ഫറവോന് കൊല്ലാൻ വിട്ടുകൊടുക്കാതെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ദൈവം രാജാവോട്ട് വാഴിക്കും. ഇന്ന് പകൽക്കാലം അതേപോലെ നിന്നെ ദൈവം മരണത്തിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ ഒന്നേ അർത്ഥമുള്ളൂ, നിന്റെ ദൈവം രാജാവോട്ട് വാഴിച്ചിരിക്കും. തെരഞ്ഞെടുത്തു. സഹോദരന്മാർ കൊല്ലാൻ നോക്കിയ മോശെ യോസേഫിനെ ദൈവം തെരഞ്ഞെടുത്തു. ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു.
ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വ്യാപരിക്കും. കർത്താവേ, ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാപിച്ചോ. ഇപ്പോൾ കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്കും. മിണ്ടാതിരിക്കരുത്. ഭയങ്കരമായ അഭിഷേകത്തെ ചലിക്കുകയാണ്. ഒരു അധികാരികത ചലിക്കുകയാണ്. മോശയുടെ കയ്യിൽ നിന്ന് വടിയെ ദൈവത്തിന്റെ വടിയാക്കി മാറ്റുന്നത് പോലെ ഇന്ന് പകൽക്കാല ദൈവം നിങ്ങളെ ദൈവത്തിന്റെ മകളായി മാറ്റുകയാണ്. നിങ്ങളുടെ വായെ ദൈവത്തിന്റെ വായായി മാറ്റുകയാണ്. മോശയുടെ വായ ദൈവത്തിന്റെ വായാക്കി മാറ്റിയതുപോലെ ഇന്ന് പകൽക്കാല നിങ്ങളുടെ വായെ ദൈവത്തിന്റെ വായാക്കി ദൈവം മാറ്റുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം നിങ്ങളെ ദൈവ കരങ്ങളിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. മോശയുടെ വടിയെ പോലെ ദൈവം നിങ്ങളെ കരങ്ങളിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി, ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി. ഇത് ഭയങ്കരമായ ഒരു ദൈവശക്തി ചലിക്കുകയാണ്. ഭയങ്കരമായ ദൈവശക്തി ചലിക്കണം. ഭയങ്കരമായ ഒരു ദൈവശക്തി ചലിക്കുന്നു. ഇപ്പോൾ ഭയങ്കരമായ ഒരു ദൈവശക്തി ചലിക്കണം. തൊടുന്നു. ഇന്ന് ഞാൻ വെറുതെ ഒരു ദൂത് വിളിച്ച് പറയുന്നതല്ല. ഇത് നിങ്ങളുടെ മേൽ വെളിപ്പെടാം. നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പ് ദൈവം നിങ്ങളെ ന്യായാധിപതി കർത്താവാക്കി വച്ചിരിക്കും. മോശയെ ദൈവം വിട്ടുകൊടുത്തില്ല. മോശയെ ദൈവം ന്യായാധിപതി കർത്താവാക്കി വച്ചതുപോലെ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുന്നു. Rama Shage Rage Nada Rama Re She Ra Da Na Shage Rage Nada Rama Rage Ishmael Jayam Rita Radha Rama Rage Nada Ishmael Jayam Rita Radha Rama Rage Nada വിവാദന ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇതിനകത്ത് ചലിക്കുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിവാദന ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കണം. സ്വർഗ്ഗം ഇറങ്ങി വിവാദന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി. Rama Rage Nada Rama Rage. കർത്താവേ, ഞാനൊരു ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. മോശയെ പോലെ കർത്താവേ ഇവർ അനുഗ്രഹമായി മാറട്ടെ. ഇവർ നേതാവായി മാറട്ടെ. ലീഡറായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മോശയെ കൊണ്ട് കർത്താവ് പറഞ്ഞ് ഇവർ സ്വർഗ്ഗഗൃഹത്തിലേക്ക് വിശ്വസ്തൻ ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിച്ചു. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഒരു കൂട്ടുകാരൻ സംസാരിച്ചത് പോലെ ദൈവം മോശയോട് സംസാരിച്ചു. ദൈവത്തിന്റെ കൂട്ടുകാരനാക്കി ദൈവം മോശയെ മാറ്റിയതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇപ്പോൾ സ്വർഗ്ഗമേ, ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇവർ അനുഗ്രഹമായി മാറട്ടെ. ഇവർ അത്ഭുതമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ചെയ്തതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ തലമുറകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ട സഹോദരൻ അനുഗ്രഹമായി മാറട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹമായി മാറട്ടെ. ഇവർ അത്ഭുതമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ കൂടെ ഇരിക്കണം. അത്ഭുതങ്ങൾ ചെയ്യും. യേശുവിൻ നാമത്തിന്റെ പിതാവേ, ഹല്ലേലൂയ. ഈ ഒരു സൈഡ് വേദന ഭാരപ്പെടുന്നവരുണ്ട്, ഒരു സൈഡ് ഫുള്ള് വേദന ഭാരപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ തൊട്ട് സൗഖ്യമാക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു സൈഡ് ഫുള്ള് വേദന ഭാരപ്പെടുന്ന കർത്തപ്പോൾ തൊട്ട് സൗഖ്യമാക്കണം. യേശുവിന്റെ നാമത്തിൽ ഭയങ്കരമായ സൗഖ്യം വ്യാപരിക്കണം. ഇപ്പോൾ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി തരുന്നു. ഒരു കാല് നടക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ കരുതി പിടിച്ച് ഒരു കാലിലേക്ക് ദൈവശക്തി ചലിക്കുന്ന കാലിന്റെ അവിടെ ദൈവശക്തി ചലിക്കുന്ന കാലിന്റെ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറണം. ഭയങ്കര സൗഖ്യം വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഭയങ്കര വിടുതൽ വ്യാപരിക്കണം. എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരങ്ങളുടെ എല്ലാ രോഗങ്ങളും ദൈവശക്തി ചലിക്കുന്നു. കാരണം എല്ലാ ബുദ്ധിമുട്ടും ഭയങ്കരമായി വിട്ടുമാറട്ടെ. ഭാര്യോണമായി വിട്ടുമാറട്ടെ. ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇവർക്ക് എല്ലാവരും ഞാൻ അനുഗ്രഹിച്ചു. ഇവരെ ആരും ഒരു രോഗം തൊടല്ലേ. ഒരു പിശാച് വരെ തൊടരുത്. ഒരു രോഗം വരെ തൊടരുത്. ഒരു ബുദ്ധിമുട്ട് വരെ തൊടരുത്. ഒരു കഷ്ടത വരെ തൊടരുത്. എല്ലാവരും യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര വയ്ക്കുകയാണ്. കർത്താവേ, നീ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ഹല്ലേലൂയ. ആരും ദൈവനാമത്തിൽ കൊടുക്കണം. എടുത്തു പിടിച്ചോ കർത്താവേ.